Hi dear students, welcome to Therapy by Harsha. Learn Psychology with Therapy by Harsha എന്ന സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് തിയറീസ് ഓഫ് ഇമോഷൻ ആണ്. തിയറീസ് ഓഫ് ഇമോഷൻ ഈ ഒരു സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ ലോങ് എസ്സേ ആയിട്ടും അതുപോലെ 5 മാർക്ക് എസ്സേ ആയിട്ടും 2 മാർക്കിൻ്റെ ക്വസ്റ്റനിലും ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റൻ വരാറുണ്ട്. ലോങ് എസ്സേകളിൽ മൊത്തത്തിൽ തിയറി ഓഫ് ഇമോഷൻ മൊത്തത്തിലായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ 5 മാർക്ക് 2 മാർക്കിനൊക്കെ മേ ബി നമ്മൾ ഓരോ തിയറി പെർട്ടിക്കുലർലി ഓരോ തിയറികൾ എടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷേ തിയറീസ് ഓഫ് ഇമോഷൻ എന്നൊരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടാനുള്ള ഒരു കാര്യം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജെയിംസ് ലാങ് തിയറി മാത്രമാണ്. ഈ തിയറീസ് ഓഫ് ഇമോഷൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ സയൻറ്റിഫിക് ആയിട്ട്, അതായത് ഒരു 19th സെഞ്ച്വറിയിൽ ലേറ്റ് 19th സെഞ്ച്വറിയിലേക്കൊക്കെ വന്നപ്പം കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുകയും അതുപോലെ മെൻ്റൽ ആൻഡ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കണക്ഷൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ തിയറീസ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് പല ആൾക്കാരും എത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ജെയിംസ് ലാങ് തിയറി എന്ന് പറയുമ്പം ആദ്യമായിട്ട് ഇത് പഠിക്കുമ്പം എല്ലാവർക്കും തോന്നുന്നത് ജെയിംസ് ലാങ് എന്നുള്ളത് ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. പക്ഷെ ജെയിംസ് ലാങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഇത് 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ച തിയറിയാണ്. അത് കമ്പൈൻ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസ് 1884ലും ഡാനിഷ് ഫിസിയോളജിസ്റ്റ് ആയിട്ടുള്ള കാർ ലാങ് 1887ലും ഇൻഡിപെൻഡൻ്റ്ലി പ്രപ്പോസ് ചെയ്ത തിയറി ആയിരുന്നു ഇത്. Independently proposed the theory of emotion approximately at the same time. Then those two theory combined into James Lange theory of emotion. ഈ സൈഡിൽ കാണുന്ന 2 ആൾക്കാരെ കണ്ടോ? ഇതാണ് വില്യം ജെയിംസ്, ഇതാണ് കാർ ലാങ്. നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് ആവുമ്പം നമുക്ക് യൂഷ്വലി ഈ ആൾക്കാരുടെ പേരറിയാമെങ്കിലും ഇവരുടെ ഫോട്ടോ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോ കൊടുക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് നമുക്കൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം കാണുന്നു, നമുക്കതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ഇവിടെ ജെയിംസ് ലാങ് തിയറി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 scientists suggested that for someone to feel emotion, he or she must first experience bodily response such as an increased heart rate or sweaty hands. Once this physiological response is recognized, then the person can say he or she can feel the emotion. അതായത് നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു കാര്യം കാണുന്നു, അവിടെ ആ കാര്യത്തിനോടനുബന്ധിച്ച് നമുക്കൊരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു. ആ ബോഡി റെസ്പോൺസിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഇമോഷൻ സെൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജെയിംസ് ലാങ് തിയറി പറയുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങളൊരു കാട്ടിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വഴിയിലൊരു പാമ്പിനെ കണ്ടു. ഇവിടെ 3 രീതിയിലാണ് കാര്യം വരുന്നത്. ഒന്ന്, ഫസ്റ്റ് നടക്കുന്നത് പെർസെപ്ഷൻ ഓഫ് സ്റ്റിമുലസ് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ സ്റ്റിമുലസ് പാമ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാമ്പിനെ കണ്ടു. യുവർ ബ്രെയിൻ പ്രോസസ്സസ് ദ വിഷ്വൽ ഇൻഫർമേഷൻ ഓഫ് ദ സ്നേക്ക് ഓൺ ദ പാത്ത്. നമ്മളുടെ ബ്രെയിൻ ഈ പാമ്പിൻ്റെ വിഷ്വൽ ഇൻഫർമേഷനെ, അതായത് അവിടെ ഉണ്ടായ സ്റ്റിമുലസിൻ്റെ വിഷ്വൽ ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുകയാണ്. ഇതാണ് ഫസ്റ്റ് നടക്കുന്ന കാര്യം. ഇനി രണ്ടാമത് നടക്കുന്നത് ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസോ ഒരു ബോഡി റിയാക്ഷനോ ബോഡി റെസ്പോൺസോ അവിടെ ഉണ്ടാകുന്നു. അതായത് ഒരു പാമ്പിനെ നമ്മൾ കാണുന്നു, അവിടെ നമ്മുടെ ബോഡിയിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, റാപ്പിഡ് ബ്രീതിങ്, മസിൽ ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ ബോഡി റെസ്പോൺസുകൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഈ ബോഡി റെസ്പോൺസിനെ ഇൻ്റർപ്രിറ്റേഷൻ ആണ് അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത്. അങ്ങനെ നമുക്ക് അവിടെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നടക്കുന്നതിലൂടെയാണ് നമുക്കൊരു ഇമോഷണൽ എക്സ്പീരിയൻസ്. ഇവിടുത്തെ എക്സാമ്പിളിൽ ഫിയർ ആണ് ഉണ്ടാവുന്നത്. യുവർ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ദീസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആസ് ആൻ ഇമോഷണൽ റെസ്പോൺസ് ആൻഡ് യു എക്സ്പീരിയൻസ് ഫിയർ. ഇൻ ദിസ് കേസ് ദ ഫിയർ ഈസ് എ റിസൾട്ട് ഓഫ് യുവർ ബോഡീസ് റിയാക്ഷൻ ടു ദ സ്നേക്ക്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജെയിംസ് ലാങ് തിയറി പറയുന്നത്, സോ അക്കോർഡിംഗ് ടു ജെയിംസ് ലാങ് തിയറി ഇറ്റ്സ് നോട്ട് യു സീ ദ സ്നേക്ക് ആൻഡ് ദെൻ ഫീൽ അഫ്രൈഡ്. നമ്മൾ പാമ്പിനെ കണ്ടു അതുകൊണ്ടല്ല നമുക്ക് പേടി വരുന്നത്. റാദർ യു സീ ദ സ്നേക്ക്, യുവർ ബോഡി റിയാക്ട്സ് വിത്ത് ദ ഫിസിയോളജിക്കൽ ചേഞ്ചസ്
and then your body interpret those bodily responses as fear. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പാമ്പിനെ കാണുന്നു, നമ്മുടെ ബോഡിക്ക് അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. റെസ്പോൺസസ് ലൈക്ക് ഹാർട്ട് റേറ്റ് കൂടുന്നു, അല്ലെങ്കിൽ മസിൽ ടെൻഷൻ വരുന്നു, അതുപോലുള്ള കാര്യങ്ങൾ. എന്നിട്ട് നമ്മുടെ ബോഡിയിലെ റെസ്പോൺസിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഉണ്ടാവുന്നു. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തൊക്കെയോ എവിടേക്കോ തകരാറുകളില്ലേന്ന്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അന്ന് മറ്റുള്ള പല സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളും ഫിസിയോളജിസ്റ്റുകളും ഒക്കെ ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. ജെയിംസ് ലാങ് തിയറി ക്രിറ്റിസിസം ഏറ്റിരുന്നു. അതിൽ മേജറായിട്ട് പറയുന്ന ഒരു കാര്യം, നമുക്കറിയാം കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷനും ഫിസിയോളജിക്കൽ റെസ്പോൺസുകളും ഒക്കെയാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഇപ്പം നമുക്ക് ഈ മസിൽ ടെൻഷനും അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നതും ഫിയർ എന്ന് പറയുന്ന ഇമോഷൻ ഫീൽ ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ, ഒരേ ഫിസിയോളജിക്കൽ റെസ്പോൺസുകൾ തന്നെ പല ഇമോഷനും ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഡയറക്റ്റായിട്ട് ഇക്വേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്നുള്ളതായിരുന്നു ഒരു മേജറായിട്ട് ഫേസ് ചെയ്യുന്ന ക്രിറ്റിസിസം. Critics of James Lang theory argue that there are instances where physiological responses are similar across different emotions, and thus it cannot account for the full complexity of human emotional experiences. However, it remains an influential theory in the history of psychology and has contributed to our understanding of mind-body connection in emotional റെസ്പോൺസസ്. ഇങ്ങനെ ഒരു ക്രിറ്റിസിസം ഇതിന് ഫേസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ജെയിംസ് ലാങ് തിയറിയാണ് നമ്മൾ പറയുന്ന ആദ്യത്തെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഇമോഷനിലെ ആദ്യത്തെ ഒരു സംഭവം. അപ്പോൾ ഇതിനെ ക്രിറ്റിസിസം ആയിട്ടാണ് അടുത്തടുത്ത തിയറികൾ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തടുത്ത തിയറികൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളുടെ ഈ ഒരു ചാനലിൽ ഈ സീരീസിന് ഒരുപാട് ആൾക്കാർ കാണുന്നതോ അല്ലെങ്കിൽ ഒരുപാട് കമൻസും ഒന്നും വരുന്നൊരു ചാനലല്ല. ഭാവിയിൽ അത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ സപ്പോർട്ടും വേണം. സോ നിങ്ങൾ ഇതാരെങ്കിലും ഈ സൈക്കോളജി സ്റ്റുഡൻസ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹമുള്ളവരോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളൊരു ടോപ്പിക്ക്, അങ്ങനെയുള്ള വീഡിയോകൾ ഏതെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.